പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പുതിയൊരു യുദ്ധമുഖം തുറക്കുകയാണ്. പീരങ്കികളും മിസൈലുകളുമായി വന്നാൽ പുതിയ ഇന്ത്യയോട് മുട്ടിനിൽക്കാൻ കഴിയില്ല എന്ന് നന്നായി അറിയാവുന്ന പാകിസ്ഥാൻ വ്യാജ വാർത്തകളും വിവര സാങ്കേതിക വിദ്യയുമാണ് ഇത്തവണ ഇന്ത്യക്കെതിരെ ആയുധമാക്കാൻ പോകുന്നത്. സിന്ധു നദീജല കരാറിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ ലോകവ്യാപകമായിട്ടുള്ള ഒരു കുപ്രചാരണത്തിന് ഒരുങ്ങുകയാണ് പാക് ഭരണകൂടവും സൈന്യവും. എന്നാൽ ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്നതും അപകടകരവുമായിട്ടുള്ള വിവരം മറ്റൊന്നാണ്. തങ്ങളുടെ ഈ നുണപ്രചാരണങ്ങൾ ഇന്ത്യക്കകത്ത് തന്നെ വേരുറപ്പിക്കാൻ ഇന്ത്യയിലെ ചില മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിക്കാൻ പാകിസ്ഥാൻ രഹസ്യമായി പദ്ധതിയിടുന്നു എന്നതാണ് ആ വിവരം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരവാദവും ചർച്ചകളും ഒരുമിച്ച് പോകില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സിന്ധു നദീജല കരാർ ഇന്ത്യ പൂർണ്ണമായും മരവിപ്പിച്ചിരുന്നു. ഇതോടെ കടുത്ത ജലക്ഷാമത്തിലേക്ക് വീണ പാകിസ്ഥാൻ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഇതിൽ നിന്ന് കരകയറാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെയും സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് ഇന്ത്യക്കെതിരെ ആഗോളതലത്തിൽ തന്ത്രങ്ങൾ മെനയുകയാണെന്ന് ഉന്നത രഹസ്യാന്വേഷണ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. പാകിസ്ഥാനെ ജലക്ഷാമത്തിലേക്ക് തള്ളിവിട്ട് ഇന്ത്യ തങ്ങളുടെ സാമ്പത്തികവും കാർഷികവുമായ നിലനിൽപ്പ് തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് ലോകത്തിന് മുന്നിൽ വരുത്തി തീർക്കാനാണ് ഇവരുടെ ശ്രമം. ഇരവാദം. ഇതിന്റെ മുന്നോടിയായിട്ടാണ് ഇന്ത്യ തങ്ങളുടെ ജലവിഹിതം നിയന്ത്രിക്കുകയാണെന്നും തങ്ങളുടെ അവകാശത്തിന് മേൽ കൈവയ്ക്കുന്നവരുടെ കൈകൾ വെട്ടിമാറ്റുമെന്നും പാകിസ്ഥാനിലെ കാലാവസ്ഥാ വകുപ്പ് മന്ത്രി മുസാദിഖ് മാലിക് ഭീഷണി മുഴക്കിയത്. കരാറുകൾക്ക് അതീതമായി ജലം ഒഴുകേണ്ടതാണെന്നും നദീജലം തടയാൻ ഇന്ത്യക്ക് യാതൊരു അവകാശവും ഇല്ലെന്നുമാണ് അവരുടെ നിലപാട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനെതിരെ ജലഭീകരത നടപ്പിലാക്കുകയാണെന്ന് അന്താരാഷ്ട്ര തലത്തിൽ വരുത്തി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതിനായി ആഗോള വേദികളിൽ മാത്രമല്ല ഇന്ത്യക്കകത്തുള്ള മാധ്യമ സംവിധാനങ്ങളെയും ഉപയോഗിച്ച് ഇന്ത്യയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും അവർ ലക്ഷ്യമിടുന്നു. രാജ്യത്തിന്റെ സുരക്ഷയേക്കാൾ സ്വന്തം അജണ്ടകൾക്ക് മുൻഗണന നൽകുന്ന ചില ഇന്ത്യൻ മാധ്യമങ്ങളെ നമുക്കറിയാം. ചില മൗദൂദി ചാനലുകളുണ്ടല്ലോ, അത്തരം ചാനലുകളെ തങ്ങളുടെ കുപ്രചാരണങ്ങൾക്കായി വിലക്കെടുക്കാനാണ് പാകിസ്ഥാന്റെ ശ്രമം. ഇത് കേവലം ഒരു നദീജല തർക്കമല്ല, മറിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തിനും ആഭ്യന്തര സുരക്ഷയ്ക്കും നേരെയുള്ള അതിരൂക്ഷമായിട്ടുള്ള കടന്നുകയറ്റമാണ്. ഇന്ത്യൻ മണ്ണിൽ നിരന്തരം ഭീകരവാദം വളർത്തുന്നവർക്ക് നമ്മൾ നമ്മുടെ നദികളിലെ വെള്ളം നൽകേണ്ടതില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് രാജ്യം. അതിർത്തിയിൽ ശത്രുക്കളെ നേരിടാൻ നമ്മുടെ സൈന്യം സജ്ജമായിരിക്കുന്നത് പോലെ തന്നെ രാജ്യത്തിനകത്ത് പാകിസ്ഥാന് വേണ്ടി വാദിക്കാൻ ശ്രമിക്കുന്ന അദൃശ്യ ശക്തികളെയും നമ്മൾ കരുതിയിരിക്കണം. പാകിസ്ഥാന്റെ ഈ വിവരയുദ്ധത്തെയും മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുള്ള ദേശവിരുദ്ധ നീക്കങ്ങളെയും ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. നമ്മുടെ ദേശീയ സുരക്ഷയെ വെല്ലുവിളിക്കുന്ന ഈ ആഭ്യന്തര ശത്രുക്കൾക്കും പാക് ഭരണകൂടത്തിനും ഇന്ത്യ നൽകാൻ പോകുന്ന മറുപടി അതിശക്തമായിരിക്കും.